ഓക്കെ, അപ്പോൾ നമുക്ക് എന്തിലേക്ക് നീങ്ങാം? ബ്ലോക്ക് 4ലേക്ക് നീങ്ങാം. മാനേജ് എക്കണോമിക്സിൻ്റെ പ്രൈസിങ് ഡിസിഷൻസ്. ഇത് വീണ്ടും നമ്മൾ പറഞ്ഞ പോലെ മാർക്കറ്റിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളും ബിസിനസ്സും തമ്മിലുള്ള ബന്ധം. ഈ ടോട്ടൽ എക്കോണമിയും ബിസിനസ്സും തമ്മിൽ കോമ്പീറ്റ് ചെയ്യുന്നൊരു പാർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് വരും, മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ അകത്ത് വരും. നോക്കാം. കാര്യം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഉണ്ടായ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് എന്നതല്ല എപ്പോഴും പ്രൈസ് എന്ന് പറയുന്നത്, അല്ലേ? പ്രൈസിൻ്റെ അകത്ത് മാർക്കറ്റിൽ എന്ത് നടക്കുന്നു, ഏത് വിലക്കിട്ടാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ മാർക്കറ്റിൽ സാധനം വിറ്റുപോകും എന്നൊരു സാധനം കൂടിയുണ്ട്, എന്നൊരു തോട്ട് പ്രോസസ്സും കൂടിയുണ്ട്. അതുകൊണ്ടാണ് പ്രൈസിങ്ങിൻ്റെ അകത്ത് എക്കണോമിക്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് വരുന്നത്. ഇതിനകത്ത് പറയുന്നത് മാർക്കറ്റ് സ്ട്രക്ചർ എന്താണ്, അതിലേക്ക് എൻട്രിക്കുള്ള ബാരിയേഴ്സ് എന്തൊക്കെയാണ്. നമുക്ക് പുതുതായിട്ട് ഒരു മാർക്കറ്റിലേക്ക് കയറുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. കാര്യം ഒരുപാട് പ്ലെയേഴ്സ് അവിടെ കാണും. ഓക്കെ, അല്ലാതെ വേറെ പല റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ ആ റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. അടുത്ത യൂണിറ്റ് പറയുന്നത് പ്രൈസിങ് ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഒരു ഇമാജിനറി സിറ്റുവേഷനാണ്. അവിടെ എന്താണ്, പിന്നെ നമുക്ക് നല്ല സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് വിറ്റ് പോകും എന്നുള്ളൊരവസ്ഥയാണ്. മനസ്സിലായില്ലേ? കോമ്പറ്റീഷൻ ഉണ്ട്, ഓഫ് കോഴ്സ് കോമ്പറ്റീഷൻ, നമുക്ക് കോമ്പറ്റീറ്റ് ചെയ്യാൻ ആളുണ്ട്. പക്ഷേ നമുക്കൊരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ നമുക്ക് കയറി പോകാൻ പറ്റും. അല്ലാതെ എന്തില്ല, വേറെ പ്രശ്നമൊന്നുമില്ല. കാര്യം അവിടുത്തെ കസ്റ്റമേഴ്സ് എല്ലാം റാഷണലാണ്, വേണ്ട സാധനങ്ങൾ മാത്രം വാങ്ങുന്നവരാണ്. പിന്നെ എല്ലാവരുടെയും എൻട്രി ഫ്രീ ആണ്, റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നമുക്ക് പ്രൊഡക്ഷൻ തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വളരെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ് എന്നൊക്കെ പറയുന്നൊരു ഇമാജിനറി സിറ്റുവേഷനാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. പിന്നെ പ്യുവർ മോണോപ്പൊളി എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ഒരു ലീഡറുണ്ട്. ഇപ്പോൾ കേരളത്തിൽ KEC എന്ന് പറയുന്നത്, കേരളത്തിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന വേറെ കമ്പനികളൊന്നും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം, ഉണ്ടെങ്കിൽ പറയുക കേട്ടോ. അപ്പോൾ KECBക്ക് എന്തുണ്ട്, ഒരു പ്രോപ്പർ ഇതുണ്ട്. ഇപ്പോൾ KECB ഒരു യൂണിറ്റിന് പിന്നെ ഈ പറഞ്ഞ പോലെ 2 രൂപ എന്നൊരു പ്രൈസ് ഇട്ട് കഴിഞ്ഞാൽ പുതിയൊരാൾ വന്ന് 3 രൂപ ഇട്ടാൽ അയാൾ ഇടുന്നത് 3 രൂപ വെച്ച് അയാളുടെ ചിലവുകളെല്ലാം കവർ ചെയ്തെടുക്കണമെങ്കിൽ 3 രൂപ ഇട്ടേ പറ്റത്തുള്ളൂ. അങ്ങനെ നിൽക്കും. അയാൾ 3 രൂപ ഇടുകയാണെങ്കിൽ ആരെങ്കിലും അതിലേക്ക് പോകും? ഒരു കാരണവശാലും പോകില്ല. കാര്യം എന്തുകൊണ്ടാണ്, ഇപ്പോൾ KECB ഒരു രാജാവായിട്ട് നിൽപ്പുണ്ട്. അവിടെ നിന്ന് സ്വിച്ച് ചെയ്ത് ഇതിലേക്ക് പോകുകയെന്നൊക്കെ പറഞ്ഞ മടി കാരണം ആൾക്കാർ എന്തായാലും മാറത്തില്ല. അപ്പോൾ KECB എന്ത് ചെയ്യുന്നോ അത് തന്നെ അവർക്ക് ഫോളോ ചെയ്യേണ്ടി വരുന്ന അവസ്ഥ വരും. ഇല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ റേറ്റിലൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതാണ് ആ മൊണോപ്പൊളിയുടെ പവറും. ആ ഒരാൾ മൊണോപ്പൊളിയിൽ ഒരു മാർക്കറ്റിൽ നിൽക്കുമ്പോൾ അവിടെ കയറി നമ്മൾ പ്രൈസിങ് നടത്തുന്നത് എങ്ങനെയായിരിക്കും എന്നുള്ളത് ചിന്ത. ഓക്കെ, പിന്നെ പറയുന്നത് മൊണോപ്പൊളിസ്റ്റിക് പറയുന്നുണ്ട്. മൊണോപ്പൊളിസ്റ്റിക് എന്ന് പറയുന്നത് മൊണോപ്പൊളിയായിട്ട് ബന്ധമില്ല. ചിന്തിക്കുക, അവിടെ എന്തുണ്ട്, ഇപ്പോൾ ഞാനൊരു പ്രൊഡക്റ്റും കൊണ്ട് ചെല്ലുമ്പോൾ ഒരുപാട് ഡിഫറെൻറ്റ് പ്ലെയേഴ്സ് ഉണ്ട്. ഇവരെല്ലാവരും ഏതാണ്ട് എൻ്റെ അതേ സാധനങ്ങൾ തന്നെയാണ് വിൽക്കുന്നത്. പക്ഷേ അവരുടേതായ ഒരു സിഗ്നേച്ചർ ഉണ്ട്. അതൊക്കെ തമ്പി കൂട്ടിമുട്ടേണ്ട ആവശ്യമില്ല. എങ്കിലും എന്തുണ്ട്, ഒരുപാട് പ്ലേയേഴ്സ് ഉള്ള മാർക്കറ്റാണ്. ഏറ്റവും വലിയ ഉദാഹരണം ഈ ഹോട്ടലുകളാണ്. 100 കണക്കിന് ഹോട്ടലുകളുണ്ട്. എന്നാൽ ഇനിയും 100 കണക്കിന് ഹോട്ടലുകൾ വരെയും ചെയ്യും. എല്ലാവരും മിക്കുന്ന ഓരോന്ന്. ഒരുത്തൻ മിക്കുന്ന കുഴിമന്തി സ്പെഷ്യലൈസ്ഡ് ആണെങ്കിൽ വേറൊരുത്തൻ നോൺ വെജിറ്റേറിയൻ ആയിരിക്കും മിക്കുന്നത്, വേറൊരുത്തൻ ഷവർമ ആയിരിക്കും മിക്കുന്നത്. ബട്ട് ഇവർക്കിടയിൽ എന്തുണ്ട്, ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. ഈ 3 പേരും ഡിഫറൻഷ്യേറ്റഡ് ആണെങ്കിൽ പോലും അങ്ങനത്തെ ഒരു മാർക്കറ്റാണ് മോണോപ്പൊളിസ്റ്റിക് മാർക്കറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരുപാട് സെല്ലേഴ്സ് ഉണ്ട്, എല്ലാവരും സിമിലർ ആയിട്ടുള്ള എന്നാൽ അവരുടേതായ ഒരു സിഗ്നേച്ചറുള്ള ഡിഫറൻഷ്യേറ്റഡ് സാധനങ്ങളാണ് വിൽക്കുന്നത്. അങ്ങനെ ഒരു മാർക്കറ്റ് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ പ്രൈസിങ് എങ്ങനെയാണ് ചെയ്യുന്നത്? പിന്നെ ഒലിഗോപൊളിസ്റ്റിക് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സെല്ലേഴ്സേ ഉള്ളൂ, എന്നാൽ ഉള്ളവർക്കെല്ലാം വലിയ വലിയ ഷെയർസ് ഉണ്ട് താനും. അതായത് ഹോൾ മാർക്കറ്റിനെ 2 3 വീഴ്ചവരെ എടുത്തിട്ടുണ്ട്. അല്ലാതെ ചുമ്മാ ആൾക്കാർ ഇതൊരു കളിക്കുന്ന ഒരു ഏരിയ അല്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എയർലൈൻ അല്ല, നമുക്കൊരു കയ്യിൽ എണ്ണാവുന്ന ഒരു 10-15 എയർലൈൻസ് ഉണ്ട്. ഈ എയർലൈൻസേ ഉള്ളൂ. അല്ലാതെ പെട്ടെന്നൊരു രാവിലെ ഒരു എയർലൈൻ മുളച്ച് വരിക എന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്, അല്ലേ? അതുപോലെയുള്ള വളരെ കുറച്ച് സെല്ലേഴ്സുള്ള മാർക്കറ്റുകളുണ്ട്. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രൈസിങ് ചെയ്യേണ്ടത്? അതായത് നമ്മൾ ഈ പറയുന്ന സിറ്റുവേഷനിലെല്ലാം മാർക്കറ്റ് അനുസരിച്ച്, മാർക്കറ്റിലെ പ്ലെയേഴ്സ് അനുസരിച്ച് നമ്മൾ എന്ത് മാറിക്കൊണ്ടിരിക്കണം? പ്രൈസിങ് സ്ട്രാറ്റജി മാറിക്കൊണ്ടിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിനോട് റെസ്പോണ്ട് ചെയ്യേണ്ടത്? എന്തൊക്കെയാണ് പ്രൈസിങ് സ്ട്രാറ്റജി എന്നാണ് ഇതിൻ്റെ അടുത്ത് പറയുന്നത്. നമുക്കിനി എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ നോക്കാം. ഓക്കെ, അത് 2022 ജൂണിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ വന്നൊരു ചോദ്യമാണ്, ഹൗ ഡസ് എക്കോണമീസ് ഓഫ് സ്കെയിൽ ഡിഫർ ഫ്രം എക്കോണമീസ് ഓഫ് സ്കോപ്പ്? ടെക്സ്റ്റിൽ ഇതിൻ്റെ ഒരു ആൻസർ തന്നിട്ടുണ്ട്, കുറച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാനൊരു ബേസിക് ഐഡിയ പറഞ്ഞുതരാം. എക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത് ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് ഗോയിങ് ലാർജ്, അതാണ് ആ ഒരു അർത്ഥം എന്ന് പറയുന്നത്. അതായത് വലിയ സ്കെയിലിൽ നമ്മൾ ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കുക. വലിയ സ്കെയിലിൽ ചെയ്യുമ്പോൾ ഗുണം എന്താ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടോട്ടൽ കോസ്റ്റ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യത്തില്ല, ഔട്ട്പുട്ട് മാറുന്നതിനനുസരിച്ച് മാറത്തില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഔട്ട്പുട്ട് കൂട്ടുന്നതിലൂടെ അപ്പോൾ ഒരു ഫിക്സഡ് കോസ്റ്റ് എന്ത് ചെയ്യും, വേറൊരു യൂണിറ്റ് കുറഞ്ഞ് വരും. അപ്പോൾ ഈ ഫിക്സഡ് കോസ്റ്റ് എന്ന സാധനം നമുക്ക്
പ്രൈസിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഫാക്ടറാണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ യൂണിറ്റിൻ്റെ എണ്ണം കൂടുമ്പോൾ കൂടത്തില്ല, ഫിക്സഡ് കോസ്റ്റ് കൂടത്തില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മൾ എത്ര മാക്സിമം യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അതനുസരിച്ച് നമുക്ക് ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എന്തെങ്കിലും കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു കട 10,000 രൂപയ്ക്ക് വാടകയ്ക്ക് എടുത്തിട്ട് ഞാനൊരു സാധനം വിൽക്കാം, വട്ടവർ ഇറ്റ് മേ ബി. ഓക്കെ, ഞാൻ വിൽക്കുന്നത് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മാസം ഞാൻ 10,000 യൂണിറ്റ് വിൽക്കും. ഓക്കെ, ആ വിൽക്കുന്ന ഓരോ യൂണിറ്റിനും മറ്റുള്ള കോസ്റ്റുകളെല്ലാം കൂടെ ഒരു 2 രൂപയുണ്ട്. ഈ 10,000-ൻ്റെ 1 രൂപ, ഒരു യൂണിറ്റിന് ഒരു മാസം 1 രൂപ ചിലവാകുണ്ടല്ലോ, പ്ലസ് 1 3 രൂപ. അത് കൂടെ ഞാൻ 2 രൂപ പ്രോഫിറ്റും കൂടെ ആഡ് ചെയ്ത് 5 രൂപയ്ക്ക് വിൽക്കുന്നത് വിചാരിച്ചോ. ഓക്കെ, ഞാൻ ഈ 10,000 യൂണിറ്റ് ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്തു? ഇനി അങ്ങോട്ടൊരു 30,000 യൂണിറ്റ് ഉണ്ടാക്കാൻ പോവാണ്. എൻ്റെ വാടക എത്ര തന്നെയാണ്? 10,000 തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? എനിക്കിവിടെ 2+1 പറഞ്ഞില്ലേ, 1ൻ്റെ 3/1 മാത്രമേ എനിക്ക് അവിടെ എന്തോരുന്നുള്ള എക്സ്പെൻസ് വരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ പ്രൈസ് 5 രൂപ തന്നെ നിലനിർത്താം. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി? എനിക്ക് ഈ പറഞ്ഞ 2 രൂപ കുറയ്ക്കാൻ പറ്റത്തില്ല. എത്ര യൂണിറ്റ് കൂടുന്നോ ഓരോ യൂണിറ്റിന് 2 രൂപ വെച്ച് എനിക്ക് ചിലവാക്കിയേ പറ്റത്തുള്ളൂ. പക്ഷേ ഈ 1 രൂപ എന്നുള്ള സാധനത്തിന് ഞാൻ എന്ത് ചെയ്ത് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാം. എങ്ങനെ? യൂണിറ്റിൻ്റെ എണ്ണം കൂട്ടി കൊണ്ടുപോകുമ്പോൾ. അതാണ് എന്തെന്ന് പറയുന്നത്, ആ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. അപ്പോൾ എക്കോണമീസ് ഓഫ് സ്കെയിൽ പറയുന്നതാണ് നമ്മുടെ വർക്കിംഗ് സ്കെയിൽ, നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രൊഡക്ഷൻ സ്കെയിൽ കൂട്ടിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോഫിറ്റ് കൂട്ടാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എടുക്കാൻ പറ്റും. അതാണ് എക്കോണമീസ് ഓഫ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി എക്കോണമീസ് ഓഫ് സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻ്റെ സ്കെയിൽ കൂട്ടുകയല്ല, പല വഴിക്ക് നീങ്ങാം. നമ്മളിപ്പോൾ ഈ പറഞ്ഞ വീണ്ടും അതേ കഥ തന്നെ പറയാണ്. 10,000 വാടക കൊടുത്താൽ ഞാൻ എന്ത് ചെയ്യാണ്? എന്തോ ഒരു സാധനം ഉണ്ടാക്കുക. ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സോപ്പ് വയ്ക്കുന്ന കമ്പനിയാണ് തുടങ്ങുമെന്ന് വിചാരിച്ചു. ഞാൻ അതേ സെറ്റപ്പിൽ നിന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? വിൽക്കുന്നതിൻ്റെ ഒരു റേഞ്ച് കൂട്ടുന്നു. സോപ്പ് കുറച്ച് കഴിയുമ്പോൾ ഞാനിത് അഗർബത്തികൾ ഉണ്ടാക്കി വയ്ക്കുന്നു, ഇല്ലെങ്കിൽ ഷാമ്പു ഉണ്ടാക്കി വയ്ക്കുന്നു, വേറെ എന്തെങ്കിലും പെർഫ്യൂം ഉണ്ടാക്കി വയ്ക്കുന്നു. എല്ലാം റിലേറ്റഡാണ്. ഞാൻ എന്ത് ചെയ്യുന്നുള്ളതിൻ്റെ സ്കോപ്പ് കൂട്ടുന്നുണ്ടെന്നേ ഉള്ളൂ. മനസ്സിലായല്ലേ? ഈ 2 മെത്തേഡ് നമ്മുടെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനുള്ള 2 മെത്തേഡ്സാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനും ഇതേ റിലേറ്റഡ് ആണ്, നമ്മുടെ ഈ മൊഡ്യൂൾ റിലേറ്റഡ് ആണ്. എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഹൗ ഈസ് ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് ആൻഡ് പ്രൈസ് ഡിറ്റർമൈൻഡ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇൻ ലോങ് റൺ. അപ്പോൾ എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് മനസ്സിലാക്കിയാൽ ഇതിനുള്ള ഉത്തരം എഴുതാൻ നമുക്ക് നോക്കാം. എന്താണെന്ന് നോക്കാം. ഇവിടെ പറയുന്നുണ്ട് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ മാർക്കറ്റിൻ്റെ അകത്ത് എന്തുണ്ട്? ഒരുപാട് ലാർജ് നമ്പർ ഓഫ് ഇൻഡിപെൻഡൻ്റ് ആൻഡ് റിലേറ്റീവ്ലി സ്മോൾ സെല്ലേഴ്സ് ഉണ്ടാവും. പിന്നെ എല്ലാവരും ഏതാണ്ട് ഒരേപോലത്തെ സാധനങ്ങളായിരിക്കും വിൽക്കുന്നത്. വരുന്നതിനും പോകുന്നതിനും എന്തില്ല? യാതൊരുവിധ റെസ്ട്രിക്ഷനും ഇല്ല. ബയ്യറിനും സെല്ലറിനും മാർക്കറ്റിലെ കണ്ടീഷനെക്കുറിച്ചും പൂർണ്ണമായ ജ്ഞാനമുണ്ട്. അതനുസരിച്ച് അവർ പ്രവർത്തിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു ഇമാജിനറി സിറ്റുവേഷൻ, യഥാർത്ഥത്തിൽ ഇങ്ങനെ നടക്കത്തൊന്നുമില്ല. പ്രൈസ് ബട്ട് നോട്ട് എഫക്ട് ദ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷനെ കുറിച്ച് ഓക്കെ, അങ്ങനെ വേറെ പ്രൈസിനെ ബാധിക്കുന്ന വേറെ കാര്യങ്ങളൊന്നുമില്ല. ഏറ്റവും വലിയ കാര്യം ഇവിടുത്തെ കോമ്പറ്റീഷൻ എന്താണ്? പെർഫെക്റ്റാണ്. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒരു ഗ്യാപ്പും കണ്ടെത്താൻ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഒരു മേജർ ഫീച്ചർ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇവരുടെ മാർജിനൽ റവന്യൂ എന്ന് പറയുന്ന സാധനം, അതായത് ഒരു അഡീഷണൽ യൂണിറ്റ് വിറ്റെന്ന് പറഞ്ഞവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. കാര്യം എന്തുകൊണ്ടാണ്? എന്താണോ ഇവരുടെ പ്രൈസ് അത് തന്നെയായിരിക്കും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നതല്ലാതെ ഓരോ യൂണിറ്റിനും ഓരോ ഇത് വിൽക്കാൻ പറ്റത്തില്ല. ലാർജ് സ്കെയിൽ വിൽക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ബെനിഫിറ്റ് ഉണ്ടല്ലോ, അത് ഒരാൾക്ക് മാത്രമായിട്ട് എടുക്കാൻ പറ്റത്തില്ല. കാര്യം എന്തുകൊണ്ടാണ്? എല്ലാവരും ഒരുപോലെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ്. എല്ലാവരും വിൽക്കുന്ന ഏതാണ്ട് ഒരേ സാധനമാണ്. അവിടെ കസ്റ്റമേഴ്സ് വന്നിട്ട് ഇങ്ങനെ ഇൻഡിഫറൻ്റായിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല. കസ്റ്റമേഴ്സിന് നല്ല നോളേജ് ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മനസ്സിലാവാത്തൊരു സാധനമാണ് നമുക്ക്. കാര്യം ഇത് പറയാം, നമ്മളെ മുട്ടയുടെ മാർക്കറ്റൊക്കെ പെർഫെക്റ്റ്ലി കോമ്പറ്റീഷൻ എന്നാണ് പറയുന്നത്. ഒരാൾ പുതുതായിട്ട് വന്ന് കയറിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നമുക്ക് മാർക്കറ്റ് ഫോളോ ചെയ്യുന്നൊരു പ്രൈസുണ്ട്, ആ പ്രൈസ് നമുക്ക് ഫോളോ ചെയ്ത് പോകാനേ പറ്റത്തുള്ളൂ. അല്ലാതെ ബയ്യേഴ്സിന് വന്ന് ബാർഗെയിൻ ചെയ്ത് വാങ്ങാനും പറ്റത്തില്ല, സെല്ലേഴ്സിന് അധികമായിട്ട് വിൽക്കാനും പറ്റത്തില്ല. ഓക്കെ, ഇത് ഈ ഒരു പറഞ്ഞ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എന്നാൽ അധികം പ്രാക്ടീസിലില്ലാത്തൊരു സിറ്റുവേഷനാണ് എന്തെന്ന് പറയുന്നത് ഇവിടെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ സിറ്റുവേഷൻ മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ ആ ചോദ്യത്തിന് രണ്ടാമത്തെ പാർട്ട് കാണുമ്പോൾ കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും. ലോങ് ടേം ഇക്വിലിബ്രിയം എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഇത് ഷോർട്ട് ടേം ആണ്. ഇതാണ് ലോങ് ടേം ഇക്വിലിബ്രിയം കണ്ടെത്തുന്ന രീതി. നമുക്കറിയാം, ഈ ഒരുപാട് ഷോർട്ട് ടേം
ചേർന്നിട്ടാണ് നമുക്ക് എന്തുണ്ടാകുന്നത്, ലോങ് ടേം ആവറേജ് കോസ്റ്റിൻ്റെ കേർവ് വരയ്ക്കുന്നത്. കണ്ടേ, മാർജിൻ റവന്യൂ എന്താ, ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു യൂണിറ്റ് വിറ്റു എന്ന് പറഞ്ഞ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ അകത്ത് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റത്തില്ല, പ്രത്യേകിച്ച് ലാഭമൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. മാർജിൻ റവന്യൂവിൽ ഇൻക്രീസും ഡിക്രീസും ഒന്നുമില്ല. എപ്പോഴും എന്ത് തന്നെ ആയിരിക്കും, എന്താണോ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് അത് തന്നെയാണ് നമ്മുടെ മാർജിനൽ റവന്യൂ എന്ന് പറയുന്നത്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇക്വിലിബ്രിയമാണ്. ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് പോയിൻ്റ് അറ്റ് വിച്ച് അവർ എക്സ്പെൻസ് ഓർ ദ കോസ്റ്റ് ഈക്വൽ ടു ദ ഇൻകം. ഇവിടെ നമ്മുടെ ലോങ് ടേം ആവറേജ് കോസ്റ്റ് ഉണ്ട്, മാർജിനൽ റവന്യൂ ഉണ്ട്. അപ്പോൾ കോസ്റ്റ് റവന്യൂ മീറ്റ് ചെയ്യുന്ന ഈ 2 പോയിൻറ്റുകളാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റിൽ അപ്പോൾ നമുക്കിവിടെ അറിയേണ്ട കാര്യം എന്താ, എപ്പോഴാണ് നമ്മൾ ഇക്വിലിബ്രിയം എത്തുന്നതെന്നുള്ളതാണ്. ഈ 2 പോയിന്റിൽ നമ്മൾ ഇക്വിലിബ്രിയം എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബിസിനസ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് ഇത് രണ്ടിൻ്റെ ഇടയ്ക്കാണ്. ഓക്കെ, ഈ പോയിന്റ് അതിൻ്റെ പിന്നിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമ്മുടെ യൂണിറ്റ് ഒരുപാട് കുറയ്ക്കേണ്ടി വരും. എന്നാൽ ഈ പോയിന്റ് കഴിഞ്ഞ് പോയാലോ, നോക്കിയടാ, നമ്മുടെ കോസ്റ്റ് നമ്മുടെ റവന്യൂവിനേക്കാളും കൂടി നിൽക്കുകയാണ്. ഈ 2 സിറ്റുവേഷൻ വരാൻ പാടില്ല. അതായത് നമ്മൾ കോസ്റ്റ് എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും നമ്മൾ വരവിനേക്കാൾ കൂടുതൽ കോസ്റ്റ് ഉണ്ടാകാൻ പാടില്ല. എപ്പോഴും കോസ്റ്റ് എന്ത് ചെയ്യണം, റവന്യൂകളേക്കാൾ കുറഞ്ഞ് തന്നെ നിൽക്കണം. അപ്പോൾ ഐഡിയലായിട്ട് പറയുന്നത്, പ്രൈസിങ് ചെയ്യാൻ ഐഡിയലായിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ, നമ്മൾ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുമ്പോൾ ഐഡിയലായിട്ടുള്ളത് ഏതാണെന്ന് ചോദിച്ചാൽ ദ പോയിൻ്റ് അറ്റ് വിച്ച് മാർജിനൽ കോസ്റ്റ്, ലോങ് ടേം മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂവിനെ കിടക്കുന്ന പോയിൻ്റാണ് ഐഡിയൽ എന്ന് പറയും. ഫുൾ കഥയൊന്നും മനസ്സിലാക്കാൻ നിൽക്കേണ്ട, ഈ ഒരു ബേസ് ഇല്ലാത്തവർക്ക് മനസ്സിലാക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇത്രയും അറിയാം, പെർഫെക്റ്റ്ലി കോമ്പറ്റീഷൻ മാർക്കറ്റിൻ്റെ അകത്ത് മാർജിനൽ റവന്യൂ എപ്പോഴും എന്തേ തുല്യമായിരിക്കും, പ്രൈസിന് തുല്യമായിരിക്കും, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇതിനെ 2 പോയിന്റിൽ ആര് കവർ ചെയ്യുന്നുണ്ടാവും, ആവറേജ് കോസ്റ്റ് ക്രോസ് ചെയ്യുന്നുണ്ടാവും. എപ്പോഴാണോ ആവറേജ് കോസ്റ്റ് റവന്യൂവിൻ്റെ താഴെ നിൽക്കുന്നത് അത് ആണ് നമുക്ക് ഐഡിയലായിട്ടുള്ളത്. ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഈ 2 പോയിന്റ് വരും. അതിൻ്റെ അകത്ത് തന്നെ ലോങ് ടേം മാർജിനൽ കോസ്റ്റ് എവിടെ വെച്ചാണോ മാർജിനൽ റവന്യൂവിനെ ക്രോസ് ചെയ്യുന്നത് ആ പോയിൻ്റാണ് നമുക്ക് ഐഡിയൽ ഒപ്റ്റിമം ക്വാണ്ടിറ്റി ടു പ്രൊഡ്യൂസ് എന്ന് എപ്പോഴും പറയാറുള്ളത്. ഇത്രയും പോയിൻ്റ് ഒന്ന് മനസ്സിലുണ്ടാവും. ഓക്കെ, ഫുൾ കഥ പറഞ്ഞാൽ എത്ര പേർക്ക് മനസ്സിൽ നിൽക്കുമെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി നമ്മൾ ഡിസംബർ 2022 വരികയാണെന്നുണ്ടെങ്കിൽ നോക്കിയടാ, ഇവിടെ നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ചോദിച്ച പോലെ മൊണോപ്പൊളി എങ്ങനെയാണ്, അവിടുത്തെ ഇക്വിലിബ്രിയം എങ്ങനെയാണ്, അവിടുത്തെ പ്രൈസ് ഡിറ്റർമിനേഷൻ എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ മാർക്കറ്റിലും ഇതുപോലെ കാണുമായിരിക്കും. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. എന്താണ് ആ മാർക്കറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊന്ന് അറിഞ്ഞ് വെച്ചേക്കുക. ഇക്വിലിബ്രിയം എങ്ങനെയാണ്, പ്രൈസ് ഡിറ്റർമിനേഷൻ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, നമുക്ക് മൊണോപ്പൊളിയുടെ കാര്യം നോക്കാം. ഇതാണ് ഒരു മൊണോപ്പൊളിയുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. മൊണോപ്പൊളിയുടെ എന്താണ് ഇക്വിലിബ്രിയം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ നമുക്ക് മാർജിനൽ റവന്യൂ തന്നിട്ടുണ്ട്, മാർജിനൽ കോസ്റ്റ് തന്നിട്ടുണ്ട്. ഇത് 2 മാത്രം വരച്ചാലും ഏതാണ്ട് നമുക്ക് ഐഡിയ കിട്ടത്തുള്ളൂ. ഇതെല്ലാം കൂടെ കിടക്കുന്നുണ്ട് ഒരു ഭ്രാന്ത് തോന്നും. സംഭവം ഇത്രയേ ഉള്ളൂ. ഇവിടെ നോക്കിയടാ, ഇവരുടെ റവന്യൂ എന്ന് പറയുന്നത് മാർജിനൽ റവന്യൂ, അതായത് ഓരോ അഡീഷണൽ ഔട്ട്പുട്ട് വയ്ക്കുമ്പോൾ കിട്ടുന്ന റവന്യൂ എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെ പറഞ്ഞാലും കുറഞ്ഞ് പോകും. മോണോപ്പൊളി എന്ന് പറയുമ്പോൾ ഒരൊറ്റ ആളേ ഉള്ളൂ എന്നൊക്കെ പറയുന്നത് ശരിയാണെങ്കിൽ കൂടി എന്ത് ചെയ്യത്തില്ല, നമുക്ക് അറിയാം. ഓക്കെ, നമ്മൾ മാത്രമേ വിൽക്കാനുള്ളൂ എങ്കിൽ നമുക്ക് എന്തുണ്ട്, കോസ്റ്റ് ഉണ്ട്. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും കോസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ കോസ്റ്റിൻ്റെ മുകളിൽ നമുക്ക് എത്ര പ്രോഫിറ്റ് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു മൊണോപ്പൊളി ഫേം ആകുമ്പോൾ മാർജിനൽ റവന്യൂവും മാർജിനൽ കോസ്റ്റും കൂടെ മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് കാണാം. ഈ പോയിന്റിലാണ് അവർക്ക് ഇക്വിലിബ്രിയം ഉണ്ടാകുന്നത്. അതായത് റവന്യൂ ഈക്വൽ ടു കോസ്റ്റ്, എല്ലായിടത്തും പറയുന്ന പോലെ തന്നെ. അപ്പോൾ ഈ പോയിൻ്റാണ് അവരുടെ എന്തെന്ന് പറയുന്നത്. ഇപ്പോൾ ക്യൂ എന്ന് പറയുന്ന ആ ലെവൽ ഓഫ് ഔട്ട്പുട്ടാണ് അവരുടെ എന്തെന്ന് പറയുന്നത്, ഒപ്റ്റിമം ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതായത് ആ ലെവലിൽ അവർക്ക് മുകളിലേക്ക് പോകാൻ പറ്റിയാൽ എന്താണ്, അവർക്ക് എന്തുണ്ടാക്കാൻ പറ്റും, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു ലെവൽ ഔട്ട്പുട്ട് വരെ അവർക്ക് എന്താണ്, ഈ പറഞ്ഞ പോലെ കോസ്റ്റ് മാത്രമേ കവർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോൾ എടുക്കുമ്പോഴാണ്, ഈ ഒരു കോസ്റ്റ് എടുക്കുമ്പോഴാണ്, ഈ ഒരു ലെവൽ കോസ്റ്റും പോകുമ്പോൾ ഈ ഒരു ഔട്ട്പുട്ട് എന്താണ്, നമുക്ക് ഒപ്റ്റിമമാണ്. ഇൻ ദ സെൻസ് വേർ ദ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ദി റവന്യൂ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അവിടുത്തെ നമ്മുടെ പ്രോഫിറ്റ് കിടക്കുന്ന എവിടെയാണ്, അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പോകാൻ പറ്റുമ്പോഴാണ്. അപ്പോൾ ഈ ഒരു ഏരിയ, അതാണ് അവർ പറയുന്നത്, ഈ ഒരു ഏരിയയാണ് എന്തെന്ന് പറയുന്നത് അവരുടെ നിലവിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത്. കാര്യം ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ ഔട്ട്പുട്ട്. ഈ ഔട്ട്പുട്ടിന് ഈ ഡിമാൻഡ് കേവിൽ കണക്ട് ചെയ്യുന്ന സ്ഥലം നോക്കിക്കോ. കാര്യം എന്തുകൊണ്ട്, ഡിമാൻഡ് കേവിൽ പറയുന്നതനുസരിച്ച് ഇത്ര പ്രൈസ് നമ്മൾ വിറ്റാലും ഇത്ര ക്വാണ്ടിറ്റി നമുക്ക് വിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഡിമാൻഡ് കേവ് നമ്മൾ അങ്ങനെയുള്ള കൺസ്ട്രക്ട് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസിന് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രത്യേക സാധനം. ഇപ്പോൾ നമുക്ക് AC കറണ്ട് തന്നെ വിചാരിച്ചോ,
KECBയുടെ കറണ്ട് ഉണ്ടാക്കാനുള്ള കോസ്റ്റ്, ഒരു അഡീഷണൽ യൂണിറ്റ് ഉണ്ടാക്കാനുള്ള കോസ്റ്റും ഒരു അഡീഷണൽ യൂണിറ്റ് കിട്ടുന്ന റവന്യൂവും ഈ ഒരു ലെവൽ ഓഫ് ഔട്ട്പുട്ട് എത്തിയപ്പോൾ മീറ്റ് ചെയ്തു. ഓക്കെ, ഈ ഒരു ലെവലിൽ നമ്മൾ മീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ കൂടി ഈ സാധനം ഡിമാൻഡ് കർവ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത്ര പ്രൈസിന് വിറ്റാൽ ഇത്ര ക്വാണ്ടിറ്റി വിൽക്കാൻ പറ്റും എന്നുള്ളൊരു സംഭവമുണ്ട്. അതായത് നമ്മൾ ഈ KECBയുടെ കാര്യത്തിൽ എങ്ങനെയായിരിക്കും ഇത് കറണ്ടിൻ്റെ ഡിമാൻഡ് കർവ് പോകുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ പ്രൈസ് കൂട്ടുന്നതോടെ ആൾക്കാർ എന്ത് ചെയ്യും, വേറെ വാങ്ങാൻ പോകുമെന്നല്ല അവിടെ പറയുന്നത്. ഡിമാൻഡ് കുറയുന്നത് അങ്ങനെയല്ല. എന്തുകൊണ്ട് അവരെന്ത് ചെയ്യും, അവരവരുടെ കൺസംഷൻ കുറയ്ക്കും. മനസ്സിലായല്ലേ? അപ്പോൾ ഈ ഒരു പ്രൈസ് വരെ നമ്മൾ പോയാൽ ഇത്രയും ഡിമാൻഡ് നമുക്ക് നേടിയെടുക്കാൻ പറ്റും, ഈ പറഞ്ഞ ഔട്ട്പുട്ട് വരെ നമുക്ക് വിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്ര ഏരിയ നമ്മുടെ ആവറേജ് കോസ്റ്റിൻ്റെ കാര്യം കൂടെ പറയുന്നുണ്ട്. ഞാൻ അത്ര അതിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് എന്തുണ്ട്, ഒരു ഡിമാൻഡ് കർവ് ഉണ്ട്, മാർജിനൽ റവന്യൂ ഉണ്ട്, മാർജിനൽ കോസ്റ്റ് ഉണ്ട്. ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് റവന്യൂവും കോസ്റ്റ് മീറ്റ് ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ നമുക്കൊരു ലെവൽ ഓഫ് ഔട്ട്പുട്ട് കിട്ടും. ഇത് നമ്മുടെ ഡിമാൻഡ് കർവിൽ എവിടെയാണോ ആ പ്രൈസിന് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആ ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ പറ്റും, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ചോദ്യം ഇതാണ്, ഇക്വിലിബ്രിയം എവിടെ ഉണ്ടാകുന്നു, നമ്മൾ എങ്ങനെ മോണോപ്പൊളിക്കകത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, മാക്സിമം പ്രോഫിറ്റ് എവിടെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ പറയാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് ജൂൺ 2023 ചോദിച്ചിട്ടുണ്ട്. എഗെയിൻ അനദർ മാർക്കറ്റ്, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനും ഒലിഗോപ്പൊളി കോമ്പറ്റീഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, റിയൽ ലൈഫ് എക്സാമ്പിൾ എന്താണെന്നുള്ളതാണ്. നമുക്ക് നമ്മൾ മെറ്റീരിയൽ എന്ത് പറയുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ടെക്സ്റ്റ് നോക്കി. ടെക്സ്റ്റിൻ്റെ അകത്തുള്ളതിനേക്കാളും കുറച്ചും കൂടി സിമ്പിളായിട്ട് നമുക്ക് കാര്യം മനസ്സിലാവുമെന്ന് തോന്നുന്നു. മൊണോപ്പൊളിസ്റ്റിക് എന്ന് പറയുന്നത് ഒരു മൊണോപ്പൊളിയാണ് പറയുന്നത്. അവർക്ക് ഒരു ക്ലാരിറ്റി ഇവർക്കുമില്ല. വെരി ഗുഡ്. സിംഗിൾ സെല്ലറല്ല, അപ്പോൾ മൊണോപ്പൊളിസ്റ്റിക്കാണ് വേണ്ടത്. വി ക്യാൻ ലുക്ക് ഫോർ. ഒലിഗോപ്പൊളിയുടെ കാര്യം മുമ്പ് പറഞ്ഞത് ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു. സെല്ലേഴ്സ് വളരെ കുറവാണ്. എല്ലാവരും തമ്മിൽ ബന്ധപ്പെട്ട് ആർക്കും അങ്ങനെ വലിയൊരു ഇതുണ്ടാക്കാൻ പറ്റത്തില്ല, ലാഭം ഉണ്ടാക്കാൻ പറ്റത്തില്ല. മീൻസ് ഒരാൾ ഉണ്ടാക്കുന്ന സാധനം മറ്റൊരാളെ ബാധിക്കുന്നു, അങ്ങനത്തെ രീതിയിൽ പോവും. എൻട്രി എന്താണ്, ഇമ്പോസിബിൾ അല്ല, എന്നാലും പാടായിരിക്കും. ഒരു പുതിയൊരു ഫോൺ, ഇപ്പോൾ ഫോണിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, പുതിയൊരു ഫോൺ കമ്പനി വരിക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ല, ബട്ട് ഇവർക്കിടയിൽ പിടിച്ച് നിൽക്കാൻ പാടുള്ളത് കൊണ്ട് അവർ വരാൻ ബുദ്ധിമുട്ടാണ്. വരാൻ ശ്രമിക്കത്തില്ല. മനസ്സിലായില്ലേ? എക്സാമ്പിൾസ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. അതായത് വളരെ കുറച്ച് മേജർ പ്ലേയേഴ്സ് മാത്രമുള്ള ഒരു മാർക്കറ്റാണ് ഒലിഗോപ്പൊളി എന്ന് പറയുന്നത്. എന്നാൽ മൊണോപ്പൊളിസ്റ്റിക് അങ്ങനെയല്ല. ഇവർ പറഞ്ഞ മൊണോപ്പൊളിയെക്കുറിച്ചാണ് അവിടെ ഇത് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ടെക്സ്റ്റിലേക്ക് തന്നെ പോവാം. മൊണോപ്പൊളിസ്റ്റിക് എന്ന് പറയുന്ന അവസ്ഥ, ഒരുപാട് സെല്ലേഴ്സ് ഉണ്ട്. ഓക്കെ, ഇവർ ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻ്റ് ആണ്. പക്ഷേ ഇവർ വിൽക്കുന്നത് ഏതാണ്ട് സിമിലർ ടൈപ്സ് ഓഫ് ഗുഡ്സ് ആയിരിക്കും. ബയേഴ്സ് വളരെ കൂടുതലായിരിക്കും. പിന്നെ പ്രൊഡക്ട്സ് ഡിഫറൻഷ്യേറ്റ്, അത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. സെയിം ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ആയി ഡിഫറൻഷ്യേറ്റഡ് ആയിരിക്കും. ഇപ്പം ബൂസ്റ്റും ഹോർലിക്സ് എന്ന് പറയുമ്പോൾ ബൂസ്റ്റും ഹോർലിക്സും രണ്ടും എന്താണ്, മാൾട്ട് ബേസ്ഡ് എനർജി ഡ്രിങ്കാണ്. മാൾട്ട് ബേസ്ഡ് എനർജി ഡ്രിങ്ക് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന സാധനമാണെങ്കിൽ പോലും രണ്ടും നമ്മളെ മനസ്സിൽ രണ്ട് സാധനങ്ങളായിട്ട് അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഡിഫറൻഷ്യേറ്റഡ് പ്രൊഡക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. എൻട്രി എക്സിറ്റ് ഫ്രീ ആണ്. എന്നാൽ എന്താണ്, ഈ പറഞ്ഞൊരു സാധനം ഉള്ളതുകൊണ്ട് ഒരുപാട് എൻട്രി എക്സിറ്റ് ഉണ്ടാവും എന്നുള്ള കാര്യം സംശയമാണ്. ഓക്കെ, ഇനി ഒലിഗോപ്പൊളി നമ്മൾ കണ്ടു. ഒലിഗോപ്പൊളി എന്താണ്, ഒലിഗോപ്പൊളി ടെക്സ്റ്റ് എന്താ പറയുന്നത് നോക്കാം. ബാക്കി ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് ഇപ്പോൾ തൽക്കാലം പോകുന്നില്ല. ഒലിഗോപ്പൊളിയുടെ മെയിൻ ഫീച്ചേഴ്സ് എനിത്തിങ് ഇല്ല. ഒലിഗോപ്പൊളിയുടെ മെയിൻ ഫീച്ചേഴ്സായിട്ട് ഇവർ സ്റ്റേറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. ഓക്കെ, പോയിൻറ്റ്സ് ആയിട്ട് ഇവർ മാർക്ക് ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞ കാര്യം റിപ്പീറ്റ് ചെയ്ത് പോവാണ്. എന്താണ്, ഇവിടെ ഒലിഗോപ്പൊളിയിൽ വളരെ കുറച്ച് സെല്ലേഴ്സേ ഉള്ളൂ. മറ്റവിടെ ഒരുപാട് സെല്ലേഴ്സ് ഉണ്ടായിരുന്നു. ഇവർ വിൽക്കുന്നത് ഹോമോജീനിയസ്, അവിടെ ഹോമോജീനിയസ് ആണ്. പിന്നെ പ്രത്യേകത എന്താണ്, ഇവിടെ എൻട്രി വളരെ ഡിഫിക്കൽട്ടാണ്. അവിടെ ഓഫ് കോഴ്സ് എൻട്രി ഫ്രീ ആണ്, എൻട്രി ഫ്രീ ആണെന്ന് തന്നെ പറയാം. പിന്നെ പറയുന്ന റീസൺസ് എന്താണ്, ഇവിടെ എന്തുണ്ട്, ഒലിഗോപ്പൊളിക്കകത്ത് സെല്ലേഴ്സ് വളരെ കുറവായതുകൊണ്ട് തന്നെ എന്താണ്, അവർ തന്നെയാണ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. മാർക്കറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, അവർക്ക് തന്നെ വലിയൊരു മേൽറ്റേജ് ഉണ്ട്. മോണോപ്പൊളിസ്റ്റിക്കിൽ അങ്ങനെയല്ല, അവിടെ മാർക്കറ്റിൻ്റെ ഫോഴ്സസ് തന്നെയാണ് പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഡിഫറൻസുകളിൽ ഒന്ന് നോക്കാം. അപ്പോൾ ആ ഒരു ബേസിക് കോൺസെപ്റ്റ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. കുറച്ചും കൂടി വിശദീകരിച്ച് പറയണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. ഓക്കെ, ഞാൻ പറയാൻ നിൽക്കാത്ത വേറെ കൊണ്ടല്ല, കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. ഈ പറഞ്ഞ ഗ്രാഫൊക്കെ നമ്മൾ ഒരുപാടെടുത്ത് കണ്ടു, പിന്നെയും പറഞ്ഞിട്ട് തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. നമുക്ക് നോക്കാം. ഇത് ചോദിക്കുന്നുണ്ട്, ഇക്വിലിബ്രിയം ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇനി ഒരു റിയൽ ലൈഫ് എക്സാമ്പിൾ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഹോട്ടലുകളുടെ പേര് പറയാം. ഹോട്ടലുകൾ മൊണോപ്പൊളിസ്റ്റിക് ആണ്. ഓക്കെ,
ഒലിഗോപൊളിയുടെ കാര്യം ഇപ്പോൾ കണ്ടല്ലോ. ആപ്പിൾ, സാംസങ് പോലുള്ള ഫോൺ കമ്പനികൾ, അല്ലെങ്കിൽ എയർലൈൻ കമ്പനികൾ, അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ ഞാൻ പറഞ്ഞ പോലെ ഹോർലിക്സ്, ബൂസ്റ്റ്, അവരൊക്കെ ഒലിഗോപൊളി. വളരെ കുറച്ച് പേരല്ലേ ഉള്ള ആ ഒരു ഫീൽഡിൽ. ഒരുപാട് പേരൊന്നും മാർക്കറ്റിൽ അങ്ങ് കത്തി നിൽക്കുന്നില്ല. ഓക്കെ, തൊട്ടടുത്ത വർഷം, അതായത് ഡിസംബർ 2023 വീണ്ടും പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൻ്റെ പ്രൈസിങ്ങിനെ പറ്റി ചോദിക്കുന്നുണ്ട്. നമ്മളവിടെ ഒന്ന് കണ്ട കാര്യമാണ്. ആ പ്രൈസ് പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് ആ ഒരു ഫിഗറിൽ നിങ്ങൾ കണ്ട കാര്യം കൂടെ പറയണം. ഓക്കെ, ഓർമ്മ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത 2024 ജൂണിലെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, വാട്ട് ഈസ് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, അതിൻ്റെ പ്രൈസ് ഡിറ്റർമിനേഷൻ, ഷോർട്ട് റണ്ണിലുള്ള അതിൻ്റെ ഇക്വിലിബ്രിയം അല്ലേ ചോദിക്കുന്നത്. ഓക്കെ, ഷോർട്ട് റണ്ണിലുള്ള പ്രൈസ് ഡിറ്റർമിനേഷൻ എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്താണ് നമ്മുടെ ആൻസർ നോക്കാം. നോക്കിയാൽ ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ ഷോർട്ട് റൺ ഇക്വിലിബ്രിയം അണ്ടർ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഇക്വിലിബ്രിയം എപ്പോഴാണ് വരുന്നത്? ഏതാ മാർജിനൽ റവന്യൂ മാർജിനൽ കോസ്റ്റ് മീറ്റ് ചെയ്യുന്ന സ്ഥലം. നമ്മളൊരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റും അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തോട് നേടുന്ന റവന്യൂവും ഈക്വൽ ആവുന്ന പോയിന്റിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇക്വിലിബ്രിയം കിട്ടുന്നത്. ഇക്വിലിബ്രിയത്തിൻ്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രോഫിറ്റ് ആണെന്ന് അർത്ഥം. അപ്പോൾ എത്ര യൂണിറ്റാണ് നമ്മൾ മിനിമം അല്ലെങ്കിൽ ഒരു ഒപ്റ്റിമം ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഈ ഒരു പോയിന്റിൽ വരുന്ന യൂണിറ്റുകളാണ്. ഓക്കെ, നമ്മുടെ ആവറേജ് റവന്യൂവിലേക്ക് നമ്മളിത് കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഓക്കെ, നമുക്ക് ആവറേജ് റവന്യൂ ഏൺ ചെയ്യണം. എത്ര ആവറേജ് റവന്യൂ ഏൺ ചെയ്യണം എന്നാണ് നമ്മുടെ ഒപ്റ്റിമം ചോദിച്ചാൽ, നമ്മുടെ ഇക്വിലിബ്രിയം ചോദിച്ചാൽ നമുക്ക് ഈ ഒരു പ്രൈസ് ലെവൽ എന്ന് പറയും, പി എന്ന് പറയുന്ന പ്രൈസ് ലെവലിൽ പറയാം. പിന്നെ ഇവിടെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് നമുക്ക്. ഓക്കെ, ഇവിടെ ആവറേജ് ടോട്ടൽ കോസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഒരു ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എപ്പോഴാണോ നമ്മൾ ആവറേജ് ടോട്ടൽ കോസ്റ്റ് കവർ ചെയ്യുന്നത്, ഓക്കെ, അതിനുശേഷം ഉണ്ടാകുന്ന ഈ ഒരു ഏരിയയാണ് നമ്മുടെ ഇവിടെ സൂപ്പർ പ്രോഫിറ്റ് ആയിട്ട് പറയുന്നത്. കാര്യം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇത് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനാണ്. ഇവിടെ എന്തുണ്ട്? നമ്മുടെ പ്രൊഡക്റ്റ് ഡിഫറൻഷ്യേറ്റഡ് ആണ് എങ്കിൽ കൂടി നമുക്ക് കോമ്പറ്റീഷൻ ഉണ്ട്. അതാണ് പ്രത്യേകത. മൊണോപ്പൊളി ആണോ എന്ന് ചോദിച്ചാൽ മൊണോപ്പൊളി ഉണ്ട്. ആർക്കാണ്? ഓരോരുത്തർക്കും അവരുടേതായ മൊണോപ്പൊളി ഉണ്ട് അല്ലേ. എന്നാൽ പിന്നെ ഇവിടെ ഒരു കോമ്പറ്റീഷൻ്റെ ഒരു ഫാക്ടർ എപ്പോഴാണ് കയറി വരുന്നതെന്ന് ചോദിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞ റെസ്റ്റോറൻറ്റിൻ്റെ കാര്യം ആലോചിച്ച് നോക്കാം. ഓരോ റെസ്റ്റോറൻറ്റും ഓരോ ഡിഫറൻറ്റ് മെനുവാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്ക് എന്തുണ്ട്? അവരുടെ മെനുവിൻ്റെ മേൽ എന്തുണ്ട്? ഒരു ഇതുണ്ട്, കൺട്രോളുണ്ട്. ആ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന് ഇവർ തന്നെ ആയിരിക്കും മൊണോപ്പൊളി ആയിട്ട് നിൽക്കുന്നത്. എങ്കിൽ കൂടി നമ്മൾ അനാവശ്യമായിട്ട് ഹൈ പ്രൈസ് ചെയ്താൽ ഇവർ മറ്റുള്ളതിലേക്ക് കസ്റ്റമേഴ്സ് പോകാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട് താനും. അതുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് ആവറേജ് ടോട്ടൽ കോസ്റ്റിന് മുകളിൽ വരുമ്പോൾ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാം. അതിൽ കൂടുതലൊന്നും ഇവിടെ ഉണ്ടാക്കാൻ പറ്റത്തില്ല, മൊണോപ്പൊളിസ്റ്റിക്കിൽ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ മൊണോപ്പൊളിക്ക് നമ്മളൊരു വലിയൊരു ഒരു റെക്റ്റാങ്കിൾ കണ്ടല്ലേ, അതേപോലെ ഒന്നും നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റത്തില്ല, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ആവറേജ് കോസ്റ്റിനേക്കാൾ കുറച്ച് മുകളിലും നമ്മുടെ ആവറേജ് റവന്യൂ മീറ്റ് ചെയ്യുന്നവരെ അതിന് മുകളിലൊന്നും പോകാൻ പറ്റത്തില്ല. ഓക്കെ എന്നാണ് പറയുന്നത്. മനസ്സിലാക്കാൻ കുറച്ച് പാടാണെന്നറിയാം. എന്തെങ്കിലും ഒരു മിനിമം ഐഡിയ ഉണ്ടാക്കി വയ്ക്കുക. എപ്പോഴും എവിടെയാണ് നമ്മുടെ ഇക്വിലിബ്രിയം വരുന്നത്, ഇവിടെ എന്തിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ കൂടെ ഉണ്ട്? ആവറേജ് ടോട്ടൽ കോസ്റ്റിൻ്റെ ഒരു ഇംപ്ലിക്കേഷനും കൂടെ ഉണ്ട്. ഓക്കെ, നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പിന്നെ പറയുന്നു, ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യനാണ് ഗെയിം തിയറിയും പ്രൈസ് ലീഡർഷിപ്പും. ഗെയിം തിയറിയെക്കുറിച്ച് വലിയൊരു കഥയൊക്കെ പറയുന്നുണ്ടെന്ന് നോക്കാം. ഗെയിം തിയറിയെക്കുറിച്ച് പറയുന്ന കഥ ഇങ്ങനെയാണ്, അത്ര ഡെപ്തിലേക്ക് പോകുന്നില്ല. 2 മനുഷ്യരെ എന്ത് ചെയ്തു? അറസ്റ്റ് ചെയ്തു ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, ഒരു കുറ്റകൃത്യം ചെയ്തു എന്ന് പറഞ്ഞ് 2 പേരെ അറസ്റ്റ് ചെയ്തിട്ട് 2 പേരെയും സെപ്പറേറ്റ് ആയിട്ട് ചോദ്യം ചെയ്യാണ്. ഓക്കെ, ഈ 2 പേരെയും ചോദ്യം ചെയ്യുമ്പോൾ ഒരു പറയുന്ന 3 കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഈ 2 പേരെയും ചോദ്യം ചെയ്യുമ്പോൾ ഒരാൾ കുറ്റം സമ്മതിച്ചു, മറ്റാൾ കുറ്റം സമ്മതിച്ചില്ല എന്നിരിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറ്റം സമ്മതിച്ച ആളെ എന്ത് ചെയ്യും? 1 വർഷം ജയിലിലിട്ടിട്ട് വെറുതെ വിടും, മറ്റേ ആളെ 25 വർഷം ജയിലിൽ ഇടും. ഓക്കെ, ഇനി 2 പേരും കുറ്റം സമ്മതിച്ചു എന്നിരിക്കട്ടെ, 2 പേരെ എന്ത് ചെയ്യും? പിന്നെ 3 വർഷത്തേക്കോ 10 വർഷത്തേക്ക് ജയിലിലിടും. ഓക്കെ, 2 പേരും കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ 3 വർഷം ജയിലിൽ ഇട്ടിട്ട് വെറുതെ വിടും. പക്ഷേ ഇവർക്ക് തമ്പി അറിയത്തില്ല ഈ കണ്ടീഷൻ ഇതാണ്. ഇതറിയാതെയാണ് ഈ 2 പേരെ ചോദ്യം ചെയ്യുന്നത്. ഈ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പിന്നെ ഗെയിമേഴ്സ് പ്രിസണേഴ്സ് ഡിലേമ എന്ന് പറയുന്നത്. പ്രിസണേഴ്സിൻ്റെ മുമ്പിൽ വന്നൊരു കൺഫ്യൂഷൻ. ഇത് പ്രൈസിങ്ങിൻ്റെ അകത്ത് ഉണ്ടാവാറുണ്ടെന്നാണ് പറയുന്നത്. എങ്ങനെയെന്നറിയാമോ? നമ്മുടെ ബിസിനസ്സിലേക്ക് വരുമ്പോൾ 2 കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഒരാൾ വില കൂട്ടി, അത് കാണുമ്പോൾ മറ്റേയാൾക്കും വില കൂട്ടേണ്ട നിർബന്ധം ഉണ്ടാവും. ഇയാൾ വില കുറച്ചു, മറ്റേയാൾക്കും വില കുറയ്ക്കേണ്ട നിർബന്ധം ഉണ്ടാവും. ഈ ഒരു കൺഫ്യൂഷനാണ്
ഗെയിം തിയറി എന്ന് പറയുന്നത്. ഇവിടെ മറ്റൊരാൾ ചെയ്യുന്നത് മറ്റൊരാൾക്ക് ഫോളോ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അതനുസരിച്ച് മറ്റേക്ക് റെസ്പോണ്ട് ചെയ്യേണ്ടി വരും മാർക്കറ്റിൻ്റെ അടുത്ത്. ഇതിനെ പലരും സ്ട്രാറ്റജി ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. നമ്മൾ വേൾഡ് വാറിൻ്റെ അടുത്ത് നടന്നൊരു കാര്യം പറയുന്നുണ്ട്. ഒരു പിന്നെ രാജ്യം ഫ്രാൻസ് ആണെന്ന് തോന്നുന്നു, വായിച്ചത് എനിക്ക് ഓർമ്മയില്ല, നോക്കട്ടെ, ഓർമ്മയില്ല ആരൊക്കെയോ, ഏതോ 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുകയാണ്. ഓക്കെ, ഒരു രാജ്യം എന്ത് ചെയ്തു, അവരുടെ പിന്നെ സൈനികരെ പിൻവലിച്ചു, സമാധാനത്തിൻ്റെ ചിഹ്നം എന്ന പോലെ പിൻവലിച്ചു. ഇത് കണ്ട് മറ്റവരെന്ത് ചെയ്തു, എങ്കിൽ നമുക്കും പിൻവലിക്കാൻ പറഞ്ഞ് പിൻവലിച്ചു. പക്ഷേ ഇവർ പിൻവലിച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവർ പിൻവലിച്ച ഉടനെ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതൊരു ചതിയാണെങ്കിൽ പോലും അതൊരു സ്ട്രാറ്റജിയാണ്, മനസ്സിലായില്ലേ? ഇതേ സ്ട്രാറ്റജി എന്തിൻ്റെ അകത്ത് ഉപയോഗിക്കാറുണ്ട്? പ്രൈസിങ്ങിൻ്റെ അകത്ത് ഉപയോഗിക്കാറുണ്ട് കമ്പനികൾ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ. പ്രൈസിങ്ങിൻ്റെ അകത്ത് വരുന്ന സിറ്റുവേഷനാണ് അതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഒരു സിറ്റുവേഷൻ പറയുന്നുണ്ട് പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറയുന്നുണ്ട്. ഇതും നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. പ്രൈസ് ലീഡർഷിപ്പ് നമ്മൾ മോണോപ്പൊളിയൊക്കെ പറയുമ്പോൾ എന്താണ്, ഒരു കമ്പനി എന്തായിട്ട് വരുന്നു, ഒരു ലീഡറായിട്ട് പ്രൈസ് നിശ്ചയിക്കാൻ കഴിവുള്ള ഒരാളായിട്ട് മുന്നിലേക്ക് വരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അവർ പ്രൈസ് നിശ്ചയിക്കുന്നു, മറ്റുള്ളവരത് ഫോളോ ചെയ്യാൻ നിർബന്ധിതരാകുന്നു. അവിടെ ഡോമിനൻറ്റും ആവാം, ബരോമെട്രിക്കും ആവാം എന്ന് പറയുന്നത്. ഡോമിനൻ്റ് ഇൻ ദ സെൻസ് അയാൾക്ക് ഡോമിനൻസ് ഉണ്ട്, ആ കമ്പനി എന്ത് പറഞ്ഞാലും മറ്റുള്ളവർ കേട്ടേ പറ്റത്തുള്ളൂ. ബരോമെട്രിക് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇവരുടെ ലീഡർ നിശ്ചയിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ചിഹ്നമാണ്. ഇതാണ് നമുക്കിതിൻ്റെ ഹയസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസ് എന്നുള്ള ചിഹ്നമാണ്. ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ ഫോളോ ചെയ്യാം, ഫോളോ ചെയ്യാതിരിക്കാം. ഇങ്ങനെ പറഞ്ഞാലും അവർ തന്നെ ആയിരിക്കും പ്രൈസിലെ ലീഡേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ എന്ത് ഉദാഹരണം പറയാനാണ്, ഇപ്പോൾ നമ്മുടെ പേനയുടെ കാര്യത്തിൽ ലെക്സി എന്ന് പറയുന്ന കമ്പനി എന്ത് ചെയ്യുന്നു, ഒരു പേനയ്ക്ക് ഇന്ന ഒരു മോഡൽ പേനയ്ക്ക് 5 രൂപ നിശ്ചയിച്ചാൽ പിന്നെ വേറെ ഏത് കമ്പനിക്കാരും അതേ മോഡലിൽ എന്തൊക്കെ സെറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയേ കൊടുക്കാൻ പറ്റത്തുള്ളൂ, 5 രൂപ കൂടുതൽ കൊടുത്താൽ വിൽക്കാൻ പറ്റത്തില്ല. കാര്യം നമ്മുടെ ലീഡർ, മാർക്കറ്റിൽ ലീഡർ എന്ത് ചെയ്തു, ആ പ്രൈസ് നിശ്ചയിച്ച് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അതാണ് പ്രൈസ് ലീഡർഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതുവരെ കണ്ടതിൽ വെച്ച് പല ടൈപ്പ് ഓഫ് മാർക്കറ്റുകളും അതിൻ്റെ ഗ്രാഫുകളും ചോദിച്ചിട്ടുണ്ട്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ, അത്യാവശ്യം സീരിയസ് ആയിട്ട് എടുക്കുക. എന്തെങ്കിലും റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഡിഫൈൻ ചെയ്ത് പറയണമെന്നുണ്ടെങ്കിൽ പറയാം, ഐ വിൽ ഡു ഇറ്റ്. ഓക്കെ, താങ്ക് യു.